നിശബ്ദമായി ദൈവഹിതത്തെയും സഹനങ്ങളെയും കൂടെ കൂട്ടാനാകും എന്ന് നമ്മെ പഠിപ്പിച്ചത് ഔസേ പിതാവാണല്ലോ. താൻ വിവാഹം ചെയ്യുവാനിരുന്ന യുവതി ഗർഭിണിയാണെന്നറിയുമ്പോൾ അവളെ അപമാനിതയാക്കാൻ തയ്യാറാകാതെ അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അവിടെയാണ് ജോസഫ് എന്ന നീതിമാനെ നാം കാണുന്നത്. എന്നാൽ ദൈവദൂതൻ സ്വപ്നത്തിൽ വന്ന് പറഞ്ഞതനുസരിച്ച് ദൈവത്തിന്റെ പദ്ധതിയെ ഏറ്റെടുത്ത ഒരു പിതാവിന്റെ ഹൃദയത്തിൽ നിന്നാണ് യേശുവിന് ആദ്യ സുരക്ഷയും ആദ്യ ചേർത്തുപിടിക്കലും ലഭിക്കുന്നത്. മറിയത്തിന്റെയും യേശുവിന്റെയും ജീവിതത്തിലെ ഓരോ സന്ദർഭത്തിലും നിശബ്ദമായ ജോസഫിന്റെ സ്നേഹം നമുക്ക് കാണാൻ സാധിക്കും. സ്നേഹം എന്നത് എപ്പോഴും പറയുന്നതിലല്ല, ചിലപ്പോഴൊക്കെ സംരക്ഷിച്ചു നിൽക്കുന്നതും ഏറ്റവും വലിയ ദാനമാണ്. ആരും കാണാത്തിടത്ത് വിശ്വസ്തയോടെ നിൽക്കുന്നതാണ് സ്നേഹത്തിന്റെ ഏറ്റവും മൃദുലം എന്നാൽ ശക്തമായ രൂപമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നു. ഈ ക്രിസ്മസിൽ ഔസേ പിതാവിന്റെ വിശ്വാസവും വിനയവും കരുതലും നമ്മുടെ ഇടങ്ങളിൽ സമാധാനവും ഹൃദയങ്ങളിൽ ഉറച്ച വിശ്വാസവും ഉണ്ടാകട്ടെ. സുഹൃത ജപം. ഉണ്ണീശോയെ അനുദിന ജീവിത പ്രശ്നങ്ങളിൽ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ.